ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, സംഭവങ്ങൾ എന്തൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനത്ത് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. UGC കരട് റെഗുലേഷനുകൾക്കെതിരെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ദേശീയ കൺവെൻഷൻ ഇന്ന്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക്ക മല്ലു, കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ MC സുധാകർ, തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ഗോവി ചെറിയാൻ എന്നിവർ പങ്കെടുക്കും. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് CPM സംസ്ഥാന സമിതി ഇന്ന് അംഗീകാരം നൽകും. സംഘടനാ റിപ്പോർട്ടിനൊപ്പം പുതുക്കിയ നവകേരള വികസന രേഖയും സമ്മേളനത്തിൽ വയ്ക്കും. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ ഇന്ന് വനം വകുപ്പിന്റെ മെഗാ തെരച്ചിൽ. തലപ്പുഴ 43 മൈൽ, ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, കരിമാനി പാരിസൺ എസ്റ്റേറ്റിനോട് ചേർന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളാണ് തെരച്ചിൽ. 4 സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ 9 മണിക്ക് തെരച്ചിൽ തുടങ്ങും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധക്കാരുടെ മഹാസംഗമം. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നു. വിവിധ പ്രതിപക്ഷ സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തിനെതിരെ മരട് സ്വദേശി N പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിലെ നടപ്പാതയും റോഡും കയ്യേറി നടത്തിയ രാപ്പകൽ സമരം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് ഹർജിക്കാരന്റെ വാദം. സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്കും ആശാ വർക്കർമാരുടെ സംഘടനാ നേതാക്കൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് കോടഞ്ചേരിയിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപിക അലീന ബെന്നിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. 5 വർഷമായി ശമ്പളമില്ലാത്തതിനാണ് ആത്മഹത്യയെന്നാണ് പരാതി. ഇതിനിടെ വിശദീകരണവുമായി താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് രംഗത്ത്. റെയിൽവേ മന്ത്രാലയം തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിച്ചെന്നാരോപിച്ച് രാജ്യത്തെ ലോക്കോ പൈലറ്റുമാർ പ്രഖ്യാപിച്ച 36 മണിക്കൂർ നിരാഹാര സമരത്തിന് ഇന്ന് തുടക്കം. രാവിലെ 7 മണിക്ക് തുടങ്ങിയ സമരം നാളെ വൈകിട്ട് 7 വരെയാണ്. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനാണ് സമരത്തിന് ആഹ്വാനം നൽകിയത്. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇന്നിറങ്ങും. ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം.